നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ 30 ചൊവ്വാഴ്ച അല്ലെങ്കിൽ ആദ്യ ചൊവ്വാഴ്ച ഒരു കാരണവശാലും പാഴാക്കി കളയരുത്. കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച കടബാധ്യതകൾ തീർക്കാനും ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനുമുള്ള വളരെ ശക്തിയാർന്ന ദിവസമാണ്. സ്വന്തമായി ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിവാഹ തടസ്സങ്ങളുള്ളവർ, തീരാത്ത കടബാധ്യതയുണ്ട്, എന്നാൽ എങ്ങനെയാണ് ഈ കടങ്ങൾ വീട്ടുക എന്നറിയില്ല, എങ്ങനെയാണ് ഈ കടബാധ്യതയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നത്, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ അങ്ങനെയെല്ലാം തീർന്നു കിട്ടുവാൻ ഇന്ന് കർക്കിടക മാസത്തിലെ 30 ചൊവ്വാഴ്ച ഇനി പറയുന്ന അത്ഭുതകരമായ ഒരേ ഒരു പരിഹാരം മാത്രം മതി. 9 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഫലം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് കടബാധ്യത മൂലവും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളാലും വിഷമിക്കുന്നവർ, ഏത് കാരണം കൊണ്ടാണെങ്കിലും ഇന്നത്തെ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത്. ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനെയും ദുർഗാദേവിയെയും ഒരുപോലെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനുഗ്രഹവും സമ്പത്തും ഒരുമിച്ച് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഫലങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നോക്കാം. കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ചയും അഷ്ടമിയും ചേർന്നു വരുന്ന ഈ പുണ്യദിനത്തിൽ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ തീരാത്ത കടങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്വന്തമായി ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ വെക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പരിഹാരത്തിലൂടെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതാണ്. കൂടാതെ ജീവിതത്തിലെ മാറാത്ത കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങൾ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. ഇനി മുൻജന്മ കർമ്മഫലങ്ങൾ മൂലം ജീവിതത്തിൽ തുടരുന്ന കഷ്ടതകൾക്ക് പരിഹാരം കാണുവാനും ഈ വഴിപാടിലൂടെ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി മുരുകനെയും ദുർഗാദേവിയെയും ഇന്ന് ആരാധിക്കുന്നത് വഴി ഈശ്വരാനുഗ്രഹവും സമ്പത്തും ഒരുപോലെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുവാനും ജീവിതത്തിലെ എല്ലാത്തര പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനും ഈ പരിഹാരം സഹായിക്കുന്നതാണ്. ഇനി അതിശക്തിയാർന്ന ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വർഷം ജൂലൈ 21 വരുന്ന കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഏറ്റവും ഉത്തമം. ഇന്ന് 30 ചൊവ്വാഴ്ചയോടൊപ്പം ഋണവിമോചന അഷ്ടമി കൂടിയായതിനാൽ കടബാധ്യതകൾ തീർക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് 30 ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഉച്ചയ്ക്ക് വരുന്ന ചൊവ്വാഹോരയിലോ അതല്ലെങ്കിൽ രാത്രിയിൽ വരുന്ന ചൊവ്വാഹോരയിലോ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മുതൽ 9 വരെയുമാണ് ഇന്നത്തെ ചൊവ്വാഹോര വരുന്നത്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുന്നതിന് ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പരിഹാരത്തിനായി പ്രധാനമായും വേണ്ടത് കല്ലുപ്പാണ്. ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കിച്ചണിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യരുത്. കല്ലുപ്പിനോടൊപ്പം ഒരു മൺവിളക്കും 9 കുരുമുളകും ഇത്രയുമാണ് പരിഹാരത്തിന് ആവശ്യമുള്ളത്. 9 എന്ന സംഖ്യ ചൊവ്വ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 9 കുരുമുളക് എടുക്കുന്നത്. ഇനി പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഈ പരിഹാരം നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് അതല്ലെങ്കിൽ വിളക്ക് എവിടെയാണോ വെക്കുന്നത് അവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയവർക്ക് വീടിൻ്റെ ഹാളിലിരുന്നും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി പരിഹാരം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത്. തറയിൽ ഒരു വിരിപ്പിട്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുക. എടുത്തു വെച്ചിരിക്കുന്ന മൺവിളക്കിൽ ഒരു പിടി കല്ലുപ്പ് നിറയ്ക്കുക. പിന്നീട് നിങ്ങളുടെ കടബാധ്യതകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതു പ്രശ്നങ്ങളാണോ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്
ആ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന 9 കുരുമുളകുകൾ ഓരോന്നായി കല്ലുപ്പിന് മുകളിൽ വെക്കുക. അതിനുശേഷം ഈ മൺവിളക്ക് കയ്യിലെടുത്ത് മുരുക ഭഗവാന്റെയോ ദുർഗാദേവിയുടെയോ മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശരവണ ഭവ എന്ന് 6 തവണ ചൊല്ലാവുന്നതാണ്. ഭക്തിയോടുകൂടി മന്ത്രം ചൊല്ലിയതിനു ശേഷം ഈ ഉപ്പും കുരുമുളകും ഒരു സിപ്ലോ കവറിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ആക്കി നിങ്ങൾ ഉറങ്ങുന്ന തലയിണയ്ക്കടിയിൽ വെക്കുക. ഇങ്ങനെ വെക്കുന്ന ഈ കവർ തുടർച്ചയായി 9 ദിവസം തലയിണയ്ക്ക് അടിയിൽ തന്നെ സൂക്ഷിക്കണം. 10ാം ദിവസം അതിരാവിലെ ഈ ഉപ്പും കുരുമുളകും എടുത്ത് ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ടാപ്പിന് താഴെ സിങ്കിലോ പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴുക്കിക്കളയാവുന്നതാണ്. ഇന്ന് 30 ചൊവ്വാഴ്ചയായതുകൊണ്ട് തന്നെ മുരുക ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പരിഹാരം ചെയ്താൽ 9 ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുമെന്ന് ഉറപ്പാണ്. ഈ പരിഹാരം ചെയ്യുമ്പോൾ മുരുക ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥനയോടുകൂടി വേണം ഈ പരിഹാരം ചെയ്യേണ്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയും അഷ്ടമി തിഥിയും കൂടി ചേർന്ന് വരുന്ന അതീവ വിശേഷപ്പെട്ട ഈ ദിനത്തിൽ ഈ പരിഹാരം വിശ്വാസത്തോടു കൂടി ചെയ്താൽ എത്ര തീർക്കാൻ സാധിക്കാത്ത കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ്. കാരണം പൊതുവായി ചൊവ്വാഴ്ച ദിവസം കടങ്ങൾ വീടുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ ഇന്ന് 30 ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പരിഹാരത്തിലൂടെ കടങ്ങൾ വേഗത്തിൽ വീട്ടുവാനുള്ള ഒരു വഴി മുരുക ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ്. ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർ ഈ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം ഈ പരിഹാരം ചെയ്താൽ മതിയാകും. ഇനി ചെയ്യുമ്പോൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഹോരയിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരും ഇനി കടമായി കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവരും തീർച്ചയായും ഇന്നത്തെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കടബാധ്യതയ്ക്ക് ഒരവസാനം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.